കഴിഞ്ഞൊരു 1 week ആയിട്ട് there is this self-doubt which slowly creeps in, and it asks me that is all of this worth it? കഴിഞ്ഞൊരു 1 week ആയിട്ട് പഠിത്തം വളരെ ഒരു ഇതാണ്. ഐ തിങ്ക് കുറേ പേർക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നൊരു കാര്യം, എക്സാം അടുത്ത് വരുമ്പോഴേക്ക് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ തോന്നില്ല, പഠിക്കാൻ തോന്നില്ല, മോട്ടിവേഷൻ കുറയും. പറഞ്ഞ പോലെ സെൽഫ് വർത്തിനെസ് വരെ ക്വസ്റ്റ്യൻ ചെയ്തു പോകും സംടൈംസ്. ആൻഡ് സംതിങ് ലൈക്ക് ദാറ്റ് സിമിലർ ഈസ് ഗോയിങ് ഓൺ വിത്ത് മീ. ഒരു സെക്കൻഡും തേർഡ് അറ്റംപ്റ്റ് ഒക്കെ ആകുമ്പോഴേക്കും there is this question which keeps on coming up that ഇതൊക്കെ വേണമായിരുന്നു. ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ എൻഗേജ്മെൻറ്റിന് വിളിച്ചു. അപ്പോഴാണ് ഓർമ്മ വന്നത്, ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പം ഏകദേശം 2 വർഷം എന്തോ ആവാനായി. ക്യാമ്പസ് പ്ലേസ്മെൻറ്റിന് കിട്ടി പോയ ഫ്രണ്ട്സൊക്കെ ജോലിയൊക്കെ രാജിവെച്ച് ഞാൻ UPSCക്ക് വരട്ടെ എന്ന് എന്നോട് ചോദിച്ചു. അത്യാവശ്യം കുറച്ച് സേവിങ്സ് ആയിട്ടുണ്ട്. ആ സേവിങ്സ് വെച്ച് പഠിക്കാമെന്നാണ് വിചാരിക്കുന്നത്. കുറച്ച് പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. എത്രയാകുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞൊരു 2-3 ലക്ഷം റുപ്യ ആകും, കുഴപ്പമില്ല, അത്രയൊക്കെ ആയിട്ടുണ്ട്. അവർ ആ സമയത്ത് ക്യാമ്പസ് പ്ലേസ്മെൻറ്റിന് വരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എടാ ഇല്ലടാ, ഞാൻ നേരെ പഠിക്കാൻ വേണ്ടി പോവാ, പിന്നെ നല്ല ജോലിയായിരിക്കില്ലേ, കുറേ പണിയെടുക്കേണ്ടി വരും, സാലറിയും കുറവായിരിക്കും, അപ്പോൾ ആ സമയത്ത് പഠിക്കാൻ പറ്റില്ലല്ലോ, എനിക്ക് പെട്ടെന്ന് പഠിക്കാൻ പോകണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ഇതല്ലാതെയും ഒരു ഫ്രണ്ട് കല്യാണത്തിന് വിളിച്ചു, എടാ വരുന്നില്ലേ, വരണം എന്നൊക്കെ. അപ്പോൾ ഞാനിവിടെ തിരുവനന്തപുരത്തും അതവിടെ കോഴിക്കോടും പോവാന്ന് വിചാരിച്ചാൽ പോകാനും വരാനും ഒരു 600 രൂപയുടെ മേലെയാണ്. ഓൾറെഡി ഇല്ല ചിലവിൻ്റെ മേലെ ഇതും കൂടെ ആക്കി അവിടെ പോയി, എന്നിട്ട് എല്ലാവരെയും ഫേസ് ചെയ്യണം. എന്തായും ചോദിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ ജോബാണെങ്കിലും പലരും പല ജോലിയിലേക്കും കയറി. ഇപ്പോൾ ഇടയ്ക്ക് തോന്നും എന്തിനൊക്കെ പോയില്ലെങ്കിൽ, ബട്ട് അഗൈൻ ഉള്ളിൽ നിന്ന് ഇടയ്ക്ക് ഒരു സംസാരം വരും, ദാറ്റ് ദിസ് ഈസ് സംതിങ് ദാറ്റ് ഞാൻ എനിക്ക് വേണ്ടി തന്നെ ചൂസ് ചെയ്തതാണ്. ആൻഡ് ലോട്ട് ഓഫ് പീപ്പിൾ മൈറ്റ് ബി ഏബിൾ ടു റിലേറ്റ് ദാറ്റ്. എന്തുകൊണ്ടാണ് നമ്മൾ UPSC എടുത്തെന്നുള്ള ചോദ്യത്തിന് നമുക്ക് ആർക്കും ആൻസർ ഇല്ല. വെരി ഫ്യൂ പീപ്പിൾ നോ ദാറ്റ് വൈ ഡിഡ് ദേ ചൂസ് UPSC, ബട്ട് ആൻസർ അറിയുന്നവർക്ക് ഇറ്റ്സ് മച്ച് മോർ ഈസിയർ. ബിക്കോസ് രാജ്യം നന്നാക്കാന്നൊക്കെ പറയുന്നതൊക്കെ ശരിയാണെങ്കിൽ പോലും യു നോ ദാറ്റ് അതല്ല എൻറ്റയർലി ട്രൂത്ത്. ആൻഡ് UPSC ബോർഡിൽ അവർ ചോദിക്കുമ്പം നമ്മൾ ഇങ്ങനെ പറയണം അങ്ങനെ പറയണം എന്ന് നമ്മൾ തന്നെ ഇടയ്ക്ക് ആരില്ലാത്തപ്പോൾ പ്രാക്ടീസൊക്കെ ചെയ്ത് നോക്കാറുണ്ട് കേട്ടോ. ബട്ട് ഇന്ന് വേറൊരു ഫ്രണ്ട് മെസ്സേജ് അയച്ചിട്ട് പറയാടാ, ഇപ്പോൾ ജോലി ഭയങ്കര മണ്ടേനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നടക്കണില്ല, UPSC എന്താ വേണ്ടേ, നിനക്ക് ഓക്കെ ആണോ, നടക്കുന്നുണ്ടോ എന്നിട്ട് ചോദിക്കുക, ഈസ് ഇറ്റ് വർത്ത് ഇറ്റ് ടു സ്പെൻഡ് ദാറ്റ് മച്ച് ടൈം? അപ്പോൾ ഞാൻ പറഞ്ഞു, ഷുവർ, താല്പര്യം ഉണ്ടെങ്കിൽ നീ എന്തായാലും വാ, എനിക്കതാണ് നിൻ്റെ ആഗ്രഹമെങ്കിൽ അതാണ് വാ. അപ്പോഴൊരു ചോദ്യം വരുന്നത്, ദാറ്റ് എന്താണ് UPSCനോട് ആഗ്രഹം വരാനുള്ളൊരു കാരണം? ഇതിലെന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? കാരണം പൈസയാണ് പവറാണെന്ന് നമ്മൾ മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ സെൽഫിഷായി പോവില്ലേ? അപ്പോൾ അത് തെറ്റല്ലേ? അതല്ലാതെ നമ്മൾ എന്താ ഇതെന്ന് ആഗ്രഹിക്കുന്നത് എന്നുള്ളതൊക്കെ, അതൊക്കെ എൻറ്റയർ ഡിഫറെൻറ്റ് കോൺവെർസേഷൻ. ബട്ട് sometimes it feels like this entire journey was not worth it, and that's true. അത് ചില സമയങ്ങളിൽ ഫസ്റ്റ് അറ്റംപ്റ്റിലുള്ളവർക്കും തോന്നാം, ലാസ്റ്റ് അറ്റംപ്റ്റ് വരെയുള്ളവർക്കും തോന്നാം. It's totally up to how people feel, and I don't know what I'm gonna do. I don't know. Here complete video and it's just me sharing how this week has been, because I don't know, felt like sharing with a lot of people, and a lot of other people might be able to relate, might not.
stay hydrated, continue preparation, and I don't know, you got this. Maybe sometimes, God knows, it might take some time, and hopefully it comes very soon. ഉള്ളുന്നൊരു പറച്ചിലിടയ്ക്ക് വരും that maybe UPSC needs you as much as you need UPSC. എൻ്റെ ആ ഒരു ബിലീഫ് സിസ്റ്റത്തിലാണ് ഇപ്പോൾ മുന്നോട്ടേക്ക് പോകുന്നത്. ടേക്ക് കെയർ, ബൈ.